ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതായത് വാട്ട് ഈസ് എക്സ്ക്രീഷൻ, വാട്ട് ആർ ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻസ്, ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷൻ ഇൻ ഇൻസെക്ട്സ്, പിന്നെ വാട്ട് ഈസ് എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി എക്സ്ക്രീഷൻ ആൻഡ് ദി ഓസ്മോ റെഗുലേഷൻ. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് what is the structure of the Malpighian tubules. Malpighian tubules are the major excretory organ of the insects. അപ്പം structure of the Malpighian tubule and the physiology, എങ്ങനെയാണ് Malpighian tubules വഴി എക്സ്ക്രീഷൻ നടക്കുന്നത്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മേജറായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So, what is Malpighian tubules? Malpighian tubules are the major organ of excretion and osmoregulation in insect. It acts in association with the rectum or ileum. അതായത് ഹൈൻഗട്ടുമായിട്ട് ക്ലോസ് അസോസിയേഷനിലാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ഫങ്ഷൻ ചെയ്യുന്നത്. They are the outgrowths of the alimentary canal. Alimentary canalൻ്റെ ഔട്ട്ഗ്രോത്ത്സ് ആയിട്ടാണ് മാൽപിഗാൻ ട്യൂബ്യൂൾസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിച്ചപ്പം അതിനകത്ത് കണ്ടായിരുന്നു, ഇറ്റ് ഈസ് ദ മാൽപിഗാൻ ട്യൂബ്യൂൾസ് ആർ സീൻ ഇൻ ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ദി മിഡ് ഗട്ട് ആൻഡ് ദി ഹൈൻഡ് ഗട്ട്. മിഡ് ഗട്ടിനും ഹൈൻഡ് ഗട്ടിനും ഇടയിലുള്ള പൊസിഷനിലാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ് കാണുന്നത്. സോ എക്സ്ക്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അത് മിഡ് ഗട്ടുമായിട്ടല്ല, ഹൈൻഡ് ഗട്ടുമായിട്ടാണ് ക്ലോസ് റിലേഷൻ വരുന്നത്. ഹൈൻഡ് ഗട്ടിൻ്റെ തന്നെ ഒന്നെങ്കിൽ ഇലിയമായിട്ടായിരിക്കും അല്ലെങ്കിൽ റെക്ടം പോർഷനുമായിട്ടായിരിക്കും ക്ലോസ് കോൺടാക്റ്റ് അല്ലെങ്കിൽ ക്ലോസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോങ് thin tubules formed of a single layer of cells surrounding a blind ending lumen. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, കാരണം ദേ ആർ ജസ്റ്റ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ചെറിയൊരു വേം ലൈക്ക് അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്. ദേ ആർ വെരി തിൻ ആൻഡ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വിച്ച് ആർ ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ്. സിംഗിൾ ലെയർ ഓഫ് സെൽ ആവാൻ കാരണം എന്താ? സിംഗിൾ ലെയർ ആണെങ്കിൽ മാത്രമേ ഏറ്റവും എളുപ്പത്തിൽ ഈസിലി ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഓസ്മോസിസ് നടക്കത്തുള്ളൂ. ഒരുപാട് ലെയേഴ്സ് ട്രാവൽ ചെയ്ത് ഉള്ളിലേക്ക് എത്തുന്നതിനേക്കാളും പാസീവായിട്ടുള്ള ട്രാൻസ്പോർട്ടിന് ഏറ്റവും ഉപകരിക്കുന്നത് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ആയിരിക്കും. Okay, which is surrounding a blind ending lumen. Generally, they are free, waving around in the hemolymph where they filter out the solutes. Okay, അതായത് ഹീമോലിംഫ് എന്ന് പറയുന്നത്, അതായത് ഇൻസെക്റ്റിൻ്റെ ബ്ലഡ്, ഹീമോലിംഫ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, പക്ക വെയിൻസും ആർട്ടറീസും ഒന്നും ഇല്ലയെന്ന് നമ്മൾ കണ്ടു സർക്കുലേഷനിൽ. ഇറ്റ് ഈസ് ഫ്രീലി ഫൗണ്ട് ഇൻ ദി ബോഡി ക്യാവിറ്റി. ഇൻസെക്റ്റിൻ്റെ ബോഡി ക്യാവിറ്റിയിൽ ഫ്രീ ആയിട്ടാണ് ഹീമോലിംഫ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണെങ്കിലും ഇത് ഫ്രീലി ഹീമോലിംഫിൽ ഫ്രീലി വേവ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഹീമോലിംഫിൽ നിന്നും പാസീവായിട്ട് എളുപ്പത്തിൽ ഈസിലി ഈ അയോൺസിനെയും വേസ്റ്റ് മെറ്റീരിയൽസിനെയും എല്ലാം ഈ മാൽപീജിയൻ ട്യൂബ്യൂൾസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓസ്മോസിസ് വഴി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നത്. So they are generally free, waving around in the hemolymph where they filter out the solutes. So ഇതാണ് ഈ പടത്തിൽ കാണുന്നത് കോക്രോച്ചിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ദീസ് ആർ ദി മാൽപീജിയൻ ട്യൂബ്യൂൾസ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ ജംഗ്ഷൻ ഓഫ് മിഡ് ഗട്ട് ആൻഡ് ദി ഹൈൻഡ് ഗട്ട്. ഓക്കെ, ഈ കാണുന്ന തിൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് വിച്ച് ആർ ദ മേജർ ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷൻ ആൻഡ് ഇൻസെക്ട്സ്. ഇനി ഈ തിന്നാണ് ബ്ലൈൻഡ് എൻഡിങ് ലൂമൻ ഒക്കെ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദേ ആർ ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽസ് എന്ന് പറഞ്ഞു. അപ്പം ഇതിന് ഡാമേജ് വരാൻ വളരെ എളുപ്പമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ സിംഗിൾ ലെയറിനെ എക്സ്റ്റേണലി പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് കവേർഡ് ബൈ എ പെരിറ്റോണിയൽ കോട്ട്. ഒരു പെരിറ്റോണിയൽ കോട്ട് വെച്ചിട്ട് ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സപ്ലൈഡ് വിത്ത് ദി മസിൽ ഫൈബേഴ്സ് ടു എയ്ഡ് ഇൻ ദി പെരിസ്റ്റാൾസിസ് ആൻഡ് ദി ഓൾസോ വിത്ത് ട്രക്കിയോൾസ് ഫോർ ദി ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പം എന്തൊക്കെയുണ്ട് ട്യൂബ്യൂൾസിന് എക്സ്റ്റേണൽ ആയിട്ടൊരു പെരിറ്റോണിയൽ കോട്ട് ഉണ്ട്. അതുപോലെ തന്നെ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ദി മസിൽ ഫൈബേഴ്സ് ഫോർ എയ്ഡിങ് ഇൻ പെരിസ്റ്റാൾസിസ് ആൻഡ് ഓൾസോ ദി ട്രക്കിയോൾസ് ഫോർ ദി ഗേഷ്യസ് എക്സ്ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസിൻ്റെ സ്ട്രക്ചറായിട്ട് പഠിക്കുന്നത്.
സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് ഈ പോർഷനിലാണ് ആരുള്ളത്, മാൽപിജിയൻ ട്യൂബ്യൂൾസ് ഉള്ളത്. ഓക്കെ, ഈ ചെറിയ ചെറിയ ട്യൂബ്യൂൾസിൽ ഉള്ളിലാണ് എന്ത് നടക്കുന്നത്, എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ഓസ്മോ റെഗുലേഷനോ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെയും നടക്കുന്നത്. ഈ സ്ലൈഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ നമ്പേഴ്സ് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം ഇത് നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളൊരു സ്ലൈഡ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു ഇൻസെക്ട്സിൻ്റെ മേജർ ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് മാൽപിഗാൻ ട്യൂബ്യൂൾസ് ആണ്. പക്ഷേ ഈ മാൽപിഗാൻ ട്യൂബ്യൂൾസ് ആബ്സെൻ്റ് ആയിട്ടുള്ള, അതായത് ഇല്ലാത്ത ഓർഗാനിസംസ് ഉണ്ട്. അങ്ങനെയുള്ള 2 ഓർഗാനിസംസ് ആണ്. ഒന്ന് സ്പ്രിംഗ് ടെയിൽസ് അല്ലെങ്കിൽ കൊളംബോള. കൊളംബോള നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, കാരണം നമ്മൾ ടാക്സോണമിയിൽ 4 എപ്ടെറിഗോട്ട് ഓർഡേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. അതിലാദ്യത്തെ ഓർഡറാണ് കൊളംബോള. കൊളംബോളയുടെ കോമൺ നെയിമാണ് സ്പ്രിംഗ് ടെയിൽസ്. ആൻഡ് ഏഫിഡ്സ്. ഏഫിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബക്സിൻ്റെ ഹെമിപ്റ്ററായത് വരുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ഈ സ്പ്രിംഗ് ടെയിൽസിലും ഏഫിഡ്സിലും മാൽപിഗൻ ട്യൂബ്യൂൾസ് ആബ്സെൻ്റ് ആണ്. അവരുടെ മേജർ ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും, അതായത് നമ്മൾ കുറേ ഓർഗൻസ് ഓഫ് എക്സ്ക്രീഷൻ കണ്ടു അല്ലേ, ആ ഏതെങ്കിലും ഓർഗൻ വഴിയായിരിക്കും അവരുടെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ നടക്കുന്നത്. പക്ഷേ അവർക്ക് മാൽപിഗൻ ട്യൂബ്യൂൾസ് ആബ്സെൻ്റ് ആണ്. ദെൻ ഇൻ കമ്മിങ് ടു സ്കെയിൽ ഇൻസെക്ട്സ്, ഇറ്റ് ഓൺലി 2 in number. Bugs 4 numbers. Mosquitoes have 5 numbers. Moths and butterflies are having 6 numbers of Malpighian tubules. Cockroaches are having 16 numbers. അതുകൊണ്ടാണ് ഇത്രയും നമ്പേഴ്സ് കണ്ടോ, ഇത്രയും കട്ടിക്ക് ഡെൻസിൽ കാണുന്നത് 60 എണ്ണം ഉള്ളത് കൊണ്ടാണ്. അതേസമയം സ്കെയിൽ ഇൻസെക്ട്സ് ഒക്കെ ആണെങ്കിൽ 2 എണ്ണമേ കാണത്തുള്ളൂ. ആൻഡ് ലോക്കസിലേക്ക് വരുമ്പോഴത്തേക്കും ദർ മോർ ദാൻ 200 നമ്പേഴ്സ് ഓഫ് മാൽപിഗൻ ട്യൂബ്യൂൾസ്. ഓക്കെ, അപ്പം ഇൻസെക്ട്സിൻ്റെ ബൾക്കിനനുസരിച്ച്, വലുപ്പം അനുസരിച്ച് ഈ മാൽപിഗൻ ട്യൂബ്യൂൾസിൻ്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും. ഓരോ ടൈപ്പ് ഇൻസെക്റ്റിനും ഓരോ നമ്പർ ആയിരിക്കും ഉള്ളത്. ഇത്രയും നമ്പേഴ്സ് എങ്കിലും നിങ്ങൾ പഠിച്ച് ഇരിക്കണം. അതായത് സ്പ്രിംഗ് ടെയിൽസിനും ഏഫിഡ്സിനും മാൽപിഗൻ ട്യൂബ്യൂൾസ് ആബ്സെൻ്റ് ആണ്. അത് ഓർത്തിരിക്കണം, ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാൽപിഗൻ ട്യൂബ്യൂൾസ് എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലാത്ത ഇൻസെക്റ്റ് ഏതാണ്? ചിലപ്പം ഈ 4 ഓപ്ഷൻ തന്നിട്ട് അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിന് സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ സ്കെയിൽ ഇൻസെക്ട്സിൽ 2 എണ്ണേ ഉള്ളൂ, ബഗ്സിൽ 4 എണ്ണം. Mosquitoes have 5 numbers of Malpighian tubules. Moths and butterflies are having 6 numbers. Cockroaches are having 60 numbers of Malpighian tubules. And locusts are having more than 200 numbers of the Malpighian tubules. Then, coming to the physiology of Malpighian tubules. എങ്ങനെയാണ് Malpighian tubule function ചെയ്യുന്നത്? So, the Malpighian tubules produce a filtrate, a primary urine, which is isosmotic but അയോണിക്കലി ഡിസിമിലർ ടു ദി ഹീമോലിംഫ്. ഓക്കെ, അതായത് ഹീമോലിംഫുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റിലുള്ള ആളാണ് മാൽപിഗൻ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അപ്പം എക്സ്ക്രീഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ മാൽപിഗൻ ട്യൂബ്യൂൾസ് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ദേ വിൽ ബി ഫോമിങ് എ ഫിൽട്രേറ്റ്, പ്രൈമറി ഫിൽട്രേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ പ്രൈമറി യൂറിൻ ഫോം ചെയ്യും. ഈ പ്രൈമറി യൂറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദേ വിൽ ബി ഐസോസ്മോട്ടിക് വിത്ത് ദി ഹീമോലിംഫ്. ഹീമോലിംഫുമായിട്ട് ഓസ്മോട്ടിക്കലി മീൻസ് ബാലൻസ്ഡ് ആയിരിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ല, ഇവിടെ നിന്ന് അങ്ങോട്ടും ഇല്ല. സോ ഒരു ഇക്വിലിബ്രിയം ഫോം ചെയ്യും, അതായത് ഐസോസ്മോട്ടിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. ബട്ട് അയോണിക്കലി ഡിസിമിലർ ആയിരിക്കും. അയോണിക് കോമ്പോസിഷൻ ഹീമോലിംഫിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഈ പ്രൈമറി യൂറിനിൽ കാണുന്നത്. ആൻഡ് സെലക്റ്റീവ്ലി റീഅബ്സോർബ്സ് വാട്ടർ ആൻഡ് സർട്ടൻ സൊല്യൂട്ട്സ് ബട്ട് എലിമിനേറ്റ് അതേഴ്സ്. ഈ പ്രൈമറി സൊല്യൂട്ട് മീൻസ് ഫിൽട്രേറ്റ് ഫോം ചെയ്തതിനകത്തുനിന്ന് വെള്ളവും സർട്ടൻ സൊല്യൂട്ട്സും ഇവരെന്ത് ചെയ്യും, റീഅബ്സോർബ് ചെയ്യും, ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യും, ബട്ട് എലിമിനേറ്റ്സ് വാട്ടർ. ഇനി അതെങ്ങനെയാണ് ആ റീഅബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാൽപിഗൻ ട്യൂബ്യൂൾസ് ഫോം ചെയ്യുന്ന ഈ ഐസോസ്മോട്ടിക് ഫിൽട്രേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹൈ ഇൻ പൊട്ടാസ്യം, അതായത് പൊട്ടാസ്യം കൂടുതലായിരിക്കും, ആൻഡ് ലോ ഇൻ സോഡിയം വിത്ത് ക്ലോറിൻ ആസ് ദി മേജർ ആനയോൺ. ക്ലോറൈഡാണ് മേജർ ആനയോണായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പൊട്ടാസ്യം കൂടുതലായതുകൊണ്ട് അവിടെ ഒരു എന്താ പറയുക, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് പൊട്ടാസ്യം നടക്കും. എവിടെ നിന്ന്? മാൽപിഗൻ ട്യൂബ്യൂൾസിൽ നിന്നും ഹീമോലിംഫിലേക്ക് പൊട്ടാസ്യം ഡിഫ്യൂസ്ഡ് ആവപ്പെടും. അപ്പം അവിടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യും, വിച്ച് അലൗസ് ദ പാസീവ് ഫ്ലോ ഓഫ് വാട്ടർ. സോ പാസീവ് ഫ്ലോയും ഉണ്ട്, ആക്റ്റീവ് ഫ്ലോയും ഉണ്ട്. പാസീവ് ഫ്ലോ എന്ന് വെച്ചാൽ അവിടെ എനർജി ഒന്നും യൂട്ടിലൈസ് ചെയ്യുന്നില്ല, മുകളിൽ നിന്ന് താഴേക്ക് തനിയെ അങ്ങ് ഒഴുകിയിറങ്ങും. അതേസമയം
ഒഴുക്കിനെതിരെ നീന്തണം എങ്കിൽ അതിനാണ് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എനർജി യൂസ് ചെയ്ത് ഈ ഒഴുക്കിന് എതിരെ നീന്തണം. അവിടെ എനർജിയുടെ യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. പാസീവ് ഫ്ലോയിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്നത് കൊണ്ട് അവിടെ എനർജി ഒന്നും യൂട്ടിലൈസ് ചെയ്യേണ്ട, ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തിയാൽ മതി. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് അതിന് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. സോ ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് K+ അയോൺസിനെ ട്യൂബ്യൂൾ ല്യൂമനിലേക്ക് എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം അവിടെ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യും. ആ പ്രഷർ ഗ്രേഡിയൻറ്റ് വഴി വാട്ടർ പാസീവായിട്ട് താഴേക്ക് ഒഴുകും. അതായത് ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ല്യൂമനുള്ളിലെ കോൺസെൻട്രേഷൻ കൂടി കഴിയുമ്പം പുറത്തുനിന്നുള്ള വെള്ളം അകത്തേക്ക് ഒഴുകും. അതായത് ഹീമോലിംഫിൽ നിന്നും വാട്ടർ കൂടുതലായിട്ട് ട്യൂബ്യൂളിലേക്ക് വരും. ആ വെള്ളത്തിൻ്റെ കൂടത്തിൽ എന്തൊക്കെ വരും? ഷുഗേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി അമിനോ ആസിഡ്സ് ആർ ഓൾസോ പാസീവ്ലി ഫിൽട്ടേർഡ് ഫ്രം ദി ഹീമോലിംഫ് വയ ജംഗ്ഷൻസ് ബിറ്റ്വീൻ ദി ട്യൂബ്യൂൾ സെൽസ്. ഹീമോലിംഫിൽ നിന്നും വാട്ടർ ഇങ്ങോട്ട് പോരുന്ന കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഷുഗേഴ്സും മോസ്റ്റ് ഓഫ് ദി അമിനോ ആസിഡ്സും പാസീവായിട്ട് ട്യൂബ്യൂളിനുള്ളിലേക്ക് വരും. ദെൻ amino acids and non-metabolizables and toxic organic compounds are actively transported into the tubule lumen. ഇനി ഇതൊക്കെ പാസീവായിട്ടായിരുന്നു. വാട്ടർ, ഷുഗേഴ്സ്, അമിനോ ആസിഡ്സ് ഇതെല്ലാം പാസീവ് ഫ്ലോ വഴിയായിരുന്നു ഹീമോലിംഫിൽ നിന്നും ട്യൂബ്യൂൾ ല്യൂമനിലേക്ക് വന്നത്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണ് സർട്ടൻ അമിനോ ആസിഡ്സ്. എല്ലാ അമിനോ ആസിഡ്സും പാസീവായിട്ട് കയറില്ല. സർട്ടൻ അമിനോ ആസിഡ്സ്, അതിൽ പെടാത്ത അമിനോ ആസിഡ്സും നോൺ മെറ്റബോളൈസബിൾസ്, അതായത് നമുക്ക് ബോഡിക്ക് മെറ്റബോളൈസ് ചെയ്യാൻ പറ്റാത്ത കോമ്പൗണ്ട്സ് ആൻഡ് ടോക്സിക് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഈ 3 കാര്യങ്ങൾ മെറ്റീരിയൽസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് ട്യൂബ്യൂൾ ല്യൂമനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഇവിടുന്ന് ഹീമോലിംഫിൽ നിന്ന്. ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് ട്യൂബ്യൂൾ ല്യൂമനിൽ വന്നതിൽ നിന്നും ട്യൂബ്യൂൾ ല്യൂമൻ ആരെ തിരിച്ച് റീഅബ്സോർബ് ചെയ്യും? ഷുഗർ ഈസ് റീഅബ്സോർബ് ഫ്രം ദ ല്യൂമൻ ആൻഡ് റിട്ടേൺ ടു ദി ഹീമോലിംഫ്. ട്യൂബ്യൂളിൽ വെച്ചിട്ട് തന്നെ ഷുഗറിനെ എന്ത് ചെയ്യും? റീഅബ്സോർബ് ചെയ്ത് ഹീമോലിംഫിലേക്ക് തിരിച്ചു കൊടുക്കും. എ കണ്ടിന്യൂസ് സെക്രട്ടറി ആക്ടിവിറ്റി ഓഫ് ഈച്ച് മാൽപീജിയൻ ട്യൂബ്യൂൾ ലീഡ്സ് ടു എ ഫ്ലോ ഓഫ് പ്രൈമറി യൂറിൻ ഫ്രം ഇറ്റ്സ് ല്യൂമൻ ടുവേർഡ്സ് ആൻഡ് ഇൻ ടു ദി ഗട്ട്. അവിടെ ഈ പ്രൈമറി യൂറിൻ്റെ സെക്രീഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് മാൽപിഗാൻ ട്യൂബ്യൂളിൽ നിന്നും ഈ ആദ്യം ജനറേറ്റ് ചെയ്ത പ്രൈമറി യൂറിൻ ഫ്ലോ ചെയ്ത് എവിടെ എത്തും? ഗട്ടിലെത്തും, അതായത് ഹൈൻഡ് ഗട്ടിലെത്തും, മോസ്റ്റ് പ്രോബബ്ലി രക്തത്തിലെത്തും. അങ്ങനെ രക്തത്തിലെത്തുമ്പം അവിടെയാണ് ഈ ബാക്കിയുള്ള റീഅബ്സോർപ്ഷൻ മൊത്തം നടക്കുന്നത്. അവിടെ എത്തുമ്പം ഇതിനകത്തുള്ള വാട്ടർ, സൊല്യൂട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രക്തത്തിൽ വെച്ചിട്ടാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. ഇൻ ദ രക്തം ദ യൂറിൻ ഈസ് മോഡിഫൈഡ് ബൈ ദ റിമൂവൽ ഓഫ് സൊല്യൂട്ട്സ് ആൻഡ് വാട്ടർ ടു മെയിൻറ്റെയിൻ ദ ഫ്ലൂയിഡ് ആൻഡ് അയോണിക് ഹോമിയോസ്റ്റാസിസ് ഓഫ് ദി ബോഡി. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻസെക്ട്സ് എക്സ്ക്രീറ്റ ഫോം ചെയ്യുന്നത്. ആദ്യം മാൽപിഗാൻ ട്യൂബ്യൂൾസ് ഒരു പ്രൈമറി യൂറിൻ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഐസോസ്മോട്ടിക് വിത്ത് ദി ഹീമോലിംഫ് ബട്ട് അയോണിക്കലി ഡിസിമിലർ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞ് ഇതിലുള്ള അയോണിക് കോൺസെൻട്രേഷൻ, അതായത് K+ൻ്റെ കോൺസെൻട്രേഷൻ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ K+ൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഉണ്ടാവും, ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്തു പറയുക, വാട്ടർ ഉള്ളിലേക്ക്, ആ ഡിഫറൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹീമോലിംഫിൽ നിന്ന് വാട്ടർ ല്യൂമനിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ആ കൂട്ടത്തിൽ ഷുഗറും അമിനോ ആസിഡ്സും പാസീവായിട്ട് ട്യൂബ്യൂൾ സെൽസിലേക്ക് കയറും ആൻഡ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി ഹാംഫുൾ കോമ്പൗണ്ട്സിനെയും ട്യൂബ്യൂൾ ല്യൂമനിലേക്ക് കയറ്റും. അത് കഴിഞ്ഞിട്ട് ഈ ട്യൂബ്യൂൾ ല്യൂമനിൽ നിന്നും ഗട്ടിലേക്ക് പ്രൈമറി യൂറിനെ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ വെച്ചിട്ട് ഈ വാട്ടറും ആ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള അയോൺസും റീഅബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെയെല്ലാം ഡിസ്കാർഡ് ചെയ്യും. ഇതാണ് മാൽപിഗാൻ ട്യൂബ്യൂൾസിൻ്റെ ഫിസിയോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ആർ ദ എന്തൊക്കെ മെറ്റീരിയൽ ആയിട്ടാണ് ഈ എക്സ്ക്രീറ്റ ഉള്ളത്? രണ്ട് ടൈപ്പ്
എക്സ്ക്രീറ്റയാണ് മെയിൻലി ഇൻസെക്ട്സിനുള്ളത് ബേസ്ഡ് ഓൺ ദെയർ ഹാബിറ്ററ്റ്. ടെറസ്ട്രിയൽ ഇൻസെക്ട്സ് ഒരു രീതിയിൽ ടെറസ്ട്രിയൽ ഇൻസെക്ട്സിന് ഒരു രീതിയിലുള്ള എക്സ്ക്രീറ്റ, അക്വാട്ടിക് ഇൻസെക്ട്സിന് വേറൊരു രീതിയിലുള്ള എക്സ്ക്രീറ്റ. അപ്പോൾ ടെറസ്ട്രിയൽ ഇൻസെക്ട്സിലേക്ക് വരുമ്പം ദേ എക്സ്ക്രീറ്റ് വേസ്റ്റ് പ്രോഡക്ട്സ് ആസ് യൂറിക് ആസിഡ് ഓർ സർട്ടൻ ഓഫ് ഇറ്റ്സ് സോൾട്ട്സ് കോൾഡ് യൂറേറ്റ്സ്. അതായത് യൂറിക് ആസിഡ് ആയിട്ടാണ് ടെറസ്ട്രിയൽ ഇൻസെക്ട്സ് എക്സ്ക്രീഷൻ ചെയ്യുന്നത്. അവരുടെ എക്സ്ക്രീറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, അവരുടെ എക്സ്ക്രീറ്റ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിരിക്കും. വേർ വാട്ടർ ഇൻസോലുബിൾ ആൻഡ് these salts which are water insoluble and requires less amount of water for the waste product removal. ഈ യൂറിക് ആസിഡ് റിമൂവ് ചെയ്യാനായിട്ട് വളരെ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി പെല്ലറ്റ് ആയിട്ടായിരിക്കും, അതായത് അതിൻ്റെ അകത്ത് ഡ്രൈ ഫോമിലായിരിക്കും അവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു ടെറസ്ട്രിയൽ ഇൻസെക്ട്സ് ഡ്രൈ ഫോമിലായിരിക്കും എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ആ എക്സ്ക്രീറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ, അതായത് ടെറസ്ട്രിയൽ ഇൻസെക്ട്സിൻ്റെ എക്സ്ക്രീഷൻ മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ദേ ആർ മോസ്റ്റ്ലി യൂറിക്കോടെലിക് ഇൻസെക്ട്സ് എന്ന് പറയും. കാരണം യൂറിക് ആസിഡ് എക്സ്ക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് ദേ ആർ യൂറിക്കോടെലിക് ഇൻസെക്ട് ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ഇസ് നോൺ ആസ് യൂറിക്കോടെലിസം. സോ ടെറസ്ട്രിയൽ ഇൻസെക്ട്സ് യൂറിക്കോടെലിക് ഇൻസെക്ട്സ് ആണ്. ആ വേർഡ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം, കാരണം ഇത് ചോദിക്കും. വാട്ട് ഈസ് ദ എക്സ്ക്രീറ്റ ഓഫ് ദി ടെറസ്ട്രിയൽ ഇൻസെക്ട്സ്? അത് യൂറിക് ആസിഡ് ആണ്. സോ വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ സീൻ ഇൻ ടെറസ്ട്രിയൽ ഇൻസെക്ട്സ്? ദാറ്റ് ഈസ് യൂറിക്കോടെലിസം. In aquatic insects, ammonia is the excretory product which is freely soluble in water and requires more amount of water for waste product removal. This type of excretion is known as ammonotelism. ഞാൻ പറഞ്ഞു അക്വാട്ടിക് ഇൻസെക്ട്സ് വെള്ളത്തിലായതുകൊണ്ട് അവർക്ക് വെള്ളം കൺസേർവ് ചെയ്യണം എന്നൊരു പ്രശ്നം വരുന്നില്ല, ഇഷ്ടംപോലെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ എക്സ്ക്രീറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അമോണിയ ആയിരിക്കും, വിച്ച് ഇസ് ഈസിലി സോളുബിൾ ഇൻ വാട്ടർ. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, പക്ഷേ അമോണിയ വാട്ടറിൽ സോലുബിൾ ആണ്. ബട്ട് അതിൻ്റെ റിമൂവലിന് വേണ്ടിയിട്ട്, ബോഡിയിൽ നിന്നും ഈ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. റിക്വയർസ് മോർ എമൗണ്ട് ഓഫ് വാട്ടർ. സോ അതുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്നത്, അമോണിയയായിട്ട് റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിന്ന് വെള്ളം ഉപയോഗിച്ച് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു എന്ന് ആദ്യം നമ്മൾ പറഞ്ഞത്. സോ ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ഇസ് നോൺ ആസ് എമോണോട്ടിലിസം. അപ്പം രണ്ട് ടൈപ്പ് എക്സ്ക്രീഷൻ ഉണ്ട്, ഒന്ന് യൂറിക്കോടെലിസം, രണ്ട് എമോണോട്ടിലിസം. യൂറിക്കോടെലിസം കാണുന്നത് ടെറസ്ട്രിയൽ ഇൻസെക്ട്സിലാണ്, എമോണോട്ടിലിസം കാണുന്നത് അതിലാണ്, അക്വാട്ടിക് ഇൻസെക്ട്സിലാണ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.